ആശ്വാസം നേടാം. ഹൃത്തിനുള്ളിൽ ജീവൻ നൽകും വചനം, തിരുവചനം. ഹെബ്രായ ലേഖനം 1:7. അവിടുന്ന് തൻ്റെ ദൂതരെ കാറ്റും ശുശ്രൂഷകരെ തീനാളങ്ങളുമാക്കുന്നു. 1 യോഹന്നാൻ 2:27. ക്രിസ്തുവിൽ നിന്ന് നിങ്ങൾക്ക് ലഭിച്ച അഭിഷേകം നിങ്ങളിൽ നിലനിൽക്കുന്നു, അതിനാൽ മറ്റാരും നിങ്ങളെ പഠിപ്പിക്കേണ്ടതില്ല. ക്രിസ്തുവിൻ്റെ അഭിഷേകം നിങ്ങളെ എല്ലാ കാര്യങ്ങളെക്കുറിച്ചും പഠിപ്പിക്കും. ജ്ഞാനത്തിൻ്റെ പുസ്തകം 3:7. അവിടുത്തെ സന്ദർശനത്തിൽ നിങ്ങൾ പ്രശോഭിക്കും, വൈക്കോലിൽ തീപ്പൊരി എന്ന പോലെ നിങ്ങൾ കത്തിപ്പടരും. ദൈവത്തിൻ്റെ സന്ദർശനം നമ്മളെ പുതിയൊരു കൃപയിലേക്ക്, പുതിയൊരു അഭിഷേകത്തിലേക്ക് കൊണ്ടുവരികയാണ്. ഈ ഒരു ജ്വലനത്തിനായി ഈ മണിക്കൂറുകളിൽ നമുക്ക് പ്രാർത്ഥിക്കാം. അവിടുത്തെ സന്ദർശനത്തിൽ നിങ്ങൾ പ്രശോഭിക്കും, വൈക്കോലിൽ തീപ്പൊരി എന്ന പോലെ നിങ്ങൾ കത്തിപ്പടരും. ഓ പരിശുദ്ധാത്മാവേ, ഞങ്ങളെ ജ്വലിപ്പിക്കണമേ, ഞങ്ങളെ കത്തിപ്പടർത്തണമേ. ദൈവസ്നേഹത്തിൻ്റെ വലിയ നിറവ് ഞങ്ങൾക്ക് ഈ നിമിഷങ്ങളിൽ നൽകണമേ. ഏശയ്യായുടെ പുസ്തകം 61-ാം അധ്യായം 3-ാം തിരുവചനത്തിൽ ഇപ്രകാരം എഴുതപ്പെട്ടിരിക്കുന്നു: സിയോനിൽ വിലപിക്കുന്നവർ കർത്താവ് നട്ടുപിടിപ്പിച്ച ഓക്കുമരങ്ങൾ പോലെയും അവിടുത്തെ നാമം പ്രകീർത്തിക്കപ്പെടുവാനും വേണ്ടി അവർക്ക് വെണ്ണീറിന് പകരം പുഷ്പമാല്യവും തളർന്ന മനസ്സിന് പകരം സ്തുതിയുടെ മേലങ്കിയും വിലാപത്തിനു പകരം അവിടുന്ന് ആശ്വാസവും നൽകാനായിട്ട് എന്നെ അയക്കപ്പെട്ടിരിക്കുന്നു. ഈ വചനത്തിൻ്റെ വലിയ ജ്വലനം നമ്മളിൽ ഓരോരുത്തരെയും നിറയട്ടെ, നമ്മുടെ കുടുംബങ്ങളിൽ നിറയട്ടെ, വ്യക്തിപരമായ ജീവിതത്തിൽ നിറയട്ടെ, ദുഃഖങ്ങളിൽ സങ്കടങ്ങളിൽ കഴിയുന്ന എല്ലാ ദൈവജനത്തിൻ്റെ മേലും നിറയട്ടെ. ദൈവിക ശക്തിയായി, സന്തോഷമായി, സമാധാനമായി, ദൈവസാന്നിധ്യത്തിൻ്റെ അടയാളമായി എല്ലാ ദൈവമക്കളും ഈ നിമിഷങ്ങളിൽ നിറയപ്പെടട്ടെ. ദൈവത്തിൻ്റെ സാന്ത്വനത്തിൻ്റെ വലിയ ശക്തിയുടെ, കൃപയുടെ, വരദാന സമൃദ്ധിയുടെ വലിയ നിറവ് എല്ലാവരും ഈ നിമിഷങ്ങളിൽ അനുഭവിക്കട്ടെ. ഹല്ലേലൂയ. ഹെബ്രായ ലേഖനം 1-ാം അധ്യായം 7-ാം തിരുവചനം: അവിടുന്ന് തൻ്റെ ദൂതരെ കാറ്റും ശുശ്രൂഷകളെ തീനാളങ്ങളുമാക്കുന്നു. ഇങ്ങനെ ഒരു ജ്വലിക്കുന്ന അടയാളത്തിന് വേണ്ടി ഈ മണിക്കൂറുകളിൽ നമുക്ക് കാത്തിരിക്കാം. ജെറമ്യായുടെ പുസ്തകം 48:10 പറയുന്നു: കർത്താവിൻ്റെ വേലയിൽ അലസനായവൻ ശബദൻ. ഇപ്രകാരം നമ്മൾ ഏത് ജോലി ചെയ്താലും, പുസ്തകം വായിക്കുമ്പോഴായാലും, നമ്മൾ ജോലി ചെയ്താലും, അടുക്കളയിൽ ജോലി ചെയ്താലും, ഓഫീസിൽ ജോലി ചെയ്താലും, അതെല്ലാം ദൈവമഹത്വത്തിനായി വലിയൊരു ജ്വലനത്തിൻ്റെ അടയാളമായിട്ട് ചെയ്താലേ നമ്മുടെ ജീവിതത്തിന് സ്വർഗത്തോളം വിലയുണ്ടാവുകയുള്ളൂ. അഭിഷേകം എന്ന് പറയുന്നത് അതൊരു അഭിനയമല്ല, ദൈവപിതാവ് കരങ്ങളിൽ എടുക്കുന്ന അനുഭവമാണ്. നമ്മളെ സ്നേഹിക്കുന്ന പിതാവ് കരങ്ങളിൽ എടുക്കുമ്പോൾ നമ്മളൊരു ജ്വലിക്കുന്ന അടയാളമായി തീരും. അഭിഷേകം വിശ്വാസത്തിലാകാത്തോടത്തോളം കാലം അതൊരു അഭിനയമാണ്. അഭിഷേകം നമ്മളെ എത്തേണ്ടടുത്ത് എത്തിരിക്കും. അത് പ്രതികൂലങ്ങളിലും അനുകൂലങ്ങളിലും, വിജയത്തിലും പരാജയത്തിലും, നന്മയിലും തിന്മയിലും എല്ലാം ഈ അഭിഷേകത്തിൻ്റെ കനല് നമ്മളെ ജ്വലിക്കുന്ന അടയാളമായി തീരും. നമ്മുടെ മനസ്സിലൊരു ദൈവസ്നേഹത്തിൻ്റെ നിറവായിരിക്കും. ദൈവപിതാവ് നമ്മളെ കരങ്ങളിലെടുക്കുന്ന വലിയൊരു ജ്വലനത്തിൻ്റെ അടയാളം. അത് നമുക്ക് ഇഷ്ടമുള്ളവരും ഇഷ്ടമില്ലാത്തവരും
നമ്മളെ സ്നേഹിക്കുന്നവരും സ്നേഹിക്കാത്തവരും പിന്തിരിപ്പിച്ചാലും ഇത് മാറുന്നതല്ല. ആരെല്ലാം പ്രതിബന്ധമായി തീർന്നാലും ഈ അഭിഷേകത്തിൻ്റെ കനൽ നമ്മുടെ കൂടെ ഉണ്ടായിരിക്കും. തകർച്ചയിലും പ്രതിസന്ധിയിലും എല്ലാം ഈ അഭിഷേകം ദൈവം നമ്മളെ കരങ്ങളിൽ എടുത്തുകൊണ്ട് കൊണ്ടു നടക്കുന്ന ഒരു വലിയ സാന്നിധ്യത്തിൻ്റെ അനുഭവം ഉണ്ടാവും. ഇതിന് നമുക്ക് ജീവിതത്തിന് വ്യക്തമായ ദർശനങ്ങൾ ഉണ്ടാവണം. ഇപ്പോൾ നിങ്ങളുടെ മുമ്പിൽ ഞാൻ ആയിരിക്കുമ്പോൾ ഒരു സംഭവം ഓർത്തു പോകുകയാണ്. അതായത് മനോജ് എന്ന സഹോദരൻ 3000-ഓളം വാഴ കൃഷി ചെയ്തു. എല്ലാ ദിവസവും ഈ വാഴക്കൃഷിയിൽ ഈ മനോജ് കണ്ണും നട്ടിരുന്നു. അതിൻ്റെ വളർച്ച കണ്ട് ഒത്തിരി ആനന്ദിച്ചു, മതിമറന്നു. ഒരിക്കൽ ഈ വാഴ കുലച്ച് വലിയ കൗതുകപൂർവ്വം സന്തോഷത്തോടെ നിൽക്കുന്ന സമയം, വലിയ കാറ്റും മഴയും വന്ന നിമിഷം ഈ വാഴകളെല്ലാം ഒന്നൊഴിയാതെ എല്ലാം ഈ 3000-ലധികം വാഴകൾ നിലം പതിച്ച രംഗം. പിറ്റേ ദിവസം മനോജ് വാഴത്തോപ്പിലേക്ക് കടന്നു വന്നപ്പോൾ ഏതൊരു കർഷകൻ്റെയും നെഞ്ചിൽ ഇടുത്തി വീഴുന്ന ഒരു അനുഭവമായിരുന്നു. എന്നാൽ ഈ മനോജ് അവിടെ വന്നപ്പോൾ ഇത്രയധികം വാഴ നടുവാനായിട്ട് എന്നെ അനുഗ്രഹിച്ച ദൈവം ഈ വാഴയിൽ നിന്നുള്ള ഫലം അനുഭവിക്കുവാനും എന്നെ അനുവദിക്കുന്നില്ല എന്നുള്ള തിരിച്ചറിവിലേക്ക് കടന്നു വന്നു. ജീവിതത്തെക്കുറിച്ചുള്ള ആ അറിവ് വലിയൊരു ദൈവാനുഭവത്തിൻ്റെ ആ മുൻപിൽ നിന്നുകൊണ്ട് ഈ മനോജ് സഹോദരൻ ഇപ്രകാരം പാടി: ദൈവകൃപയിൽ ഞാൻ ആശ്രയിച്ച് അവൻ വഴികളെ ഞാൻ അറിഞ്ഞ് അനുഗമിച്ചിടും അവനുടെ ചുവടുകളെ, ഞാൻ അനുഗമിച്ചിടും അവനുടെ ചുവടുകളെ. പ്രകാരം ആർത്തട്ടഹസിച്ച് ദൈവകൃപയിൽ ആശ്രയിച്ചെന്നുള്ള ഈ ഗാനം പാടി നൃത്തം ചെയ്ത് ഈ മനോജ് സഹോദരൻ വാഴത്തോട്ടിലൂടെ ഓടി നടന്നുകൊണ്ട് ഈ ഗാനം പാടി ആരാധിച്ച് ദൈവത്തിന് മഹത്വം കൊടുക്കുകയാണ്. ഈ നിമിഷങ്ങളിൽ കണ്ടു നിന്ന മക്കളെല്ലാവരും അന്താളിച്ചു പോയി. ഇപ്രകാരമുള്ള ഒരു വലിയ ദുരന്തത്തിന് അടിമയായിട്ടും ഈ മനോജ് സഹോദരൻ ഇപ്രകാരം പാട്ടുപാടി ദൈവത്തെ ആരാധിക്കുന്നത് മനോജിനെന്തോ വട്ടുപിടിച്ചു പോയി. ഇത്രയധികം വാഴ നാശത്തിലേക്ക് പോയപ്പോൾ, ദുരന്തത്തിലേക്ക് പോയപ്പോൾ മനസ്സ് താങ്ങാൻ കഴിയാതെ വലിയ നിരാശയിൽ നിന്നുകൊണ്ട് ഇപ്രകാരം വന്നതാണ്. ഒന്നൊഴിയാതെ ഓരോരുത്തരോടും പറഞ്ഞു, ആ മനോജിന് വട്ടുപിടിച്ചു. അവൻ ആ വാഴത്തോട്ടത്തിലൂടെ തളർന്ന നിലംപറ്റെ കുമ്പി ചോറിന് സമാനമായ മണൽത്തരിക്ക് സമാനമായ ആ വാഴത്തോട്ടിലേക്ക് കടന്നു നിന്നുകൊണ്ട് ഗാനങ്ങൾ പാടി കൈകൊട്ടി ചിരിക്കുകയാണ്. ഇതൊരു മനുഷ്യന് സാധിക്കുകയില്ല. ഇത് അവൻ്റെ മനസ്സിൽ ഭയങ്കര ഡിപ്രഷനിൽ നിന്ന്, നിരാശയിൽ നിന്ന് വന്ന അനുഭവമാണെന്ന് പറഞ്ഞു. പക്ഷേ ദൈവാനുഭവത്തിലായിരിക്കുന്ന ഒരു ദൈവമനുഷ്യന് സുഖത്തിലും ദുഃഖത്തിലും തകർച്ചയിലും ആരോഗ്യത്തിലും അനാരോഗ്യത്തിലും എല്ലാം ദൈവത്തെ മഹത്വപ്പെടുത്താനേ സാധിക്കുകയുള്ളൂ. ദൈവത്തെ പഴി പറഞ്ഞുകൊണ്ട് അവിടെ നിൽക്കാൻ സാധിക്കുകയില്ല. ഈ അഭിഷേകം എന്ന് പറയുന്നത് ദൈവപിതാവിൻ്റെ കരങ്ങളിലായിരിക്കുന്ന ദൈവ പൈതലിന് മാത്രമേ ഈ ദൈവത്തിൻ്റെ സാന്നിധ്യം തിരിച്ചറിയാൻ സാധിക്കുകയുള്ളൂ. ഈ അഭിഷേകത്തിൻ്റെ നിറവ് വിശ്വാസമാണ്. ആ വിശ്വാസം നമ്മളെ എത്തേണ്ടടുത്ത് എത്തിയിരിക്കും. അതാണ് നോഹ പെട്ടകം പണിതത് പർവ്വതം മുകളിലാണ്, അത് ഉയരങ്ങളിലാണ്. അപ്പോൾ അവൻ്റെ ലക്ഷ്യം എപ്പോഴും ഉയരങ്ങളായിരിക്കും. നമ്മൾ ഓരോരുത്തരും പുതയ്ക്കേണ്ട പുതപ്പ് ഈ വിശ്വാസമാണ്, അണിയേണ്ട ആഭരണം വിശ്വാസമാണ്. അത് നമ്മളെ ഒരിക്കലും തകർച്ചയിലേക്ക് എത്തിക്കുകയില്ല. നമ്മളെ എത്തേണ്ടടുത്ത് എത്തിയിരിക്കും. ഇപ്പോൾ ഞാൻ നമ്മുടെ വീട്ടിലെല്ലായിടത്തും കോഴിയെ വളർത്തുന്നുണ്ട്. പൊരുന്നക്കോഴിക്ക് ചൂട് കൂടുതൽ കൊടുത്തിട്ടുണ്ട്. ഈ പൊരുന്നക്കോഴിയുടെ ചൂടിൻ്റെ തോതനുസരിച്ചാണ് മുട്ടയിലെ ജീവൻ വളരുന്നത്. ഈ ചൂടിൻ്റെ തോത് ഇല്ലാത്ത മുട്ടകളെല്ലാം ചീമുട്ടകളായി തീരും.
ജെറമ്യായുടെ പുസ്തകം 29:11 പറയുന്നു, നിന്നെക്കുറിച്ചൊരു പദ്ധതി എൻ്റെ മനസ്സിലുണ്ട്, നിന്റെ നാശത്തിനുള്ളതല്ല ക്ഷേമത്തിനുള്ള പദ്ധതി, നിനക്ക് ശുഭമായ ഭാവിയും പ്രതീക്ഷയും നൽകുന്ന പദ്ധതി. ഈ ഭാവിയും പ്രതീക്ഷയും നൽകുന്ന പദ്ധതി ദൈവം നമ്മളെ എത്തേണ്ടടുത്ത് എത്തിയിരിക്കും. ഇതിന് പാപപ്രേരണകളൊന്നുമില്ല. ഇതിൽ മാത്രം നമ്മൾ ശ്രദ്ധ പതിപ്പിക്കണം. അപ്പോൾ നമ്മുടെ ശ്രദ്ധ മുഴുവനും ഈ അഭിഷേകത്തിലായിരിക്കും. ഉൽപ്പത്തി പുസ്തകം 39-ാം അധ്യായം 2-ാം തിരുവചനത്തിൽ പൂർവ്വയോസേപ്പിൻ്റെ കാര്യം പറയുന്നുണ്ട്. പൂർവ്വയോസേപ്പിൻ്റെ കൂടെ കർത്താവ് ഉണ്ടായിരുന്നു. അവൻ്റെ കൂടെ എല്ലാ ഉദ്യമങ്ങളിലും കർത്താവ് ഉണ്ടായതിനാൽ എല്ലാ ഉദ്യമങ്ങളിലും അവൻ ഐശ്വര്യപൂർണമായി എന്ന്. തൻ്റെ സഹോദരങ്ങൾ പൊട്ടക്കിണറിൽ ഉന്തിയിട്ടപ്പോഴും ഫറവോയ്ക്ക് വിറ്റപ്പോഴും ജയിലിലായിരുന്നപ്പോഴും കർത്താവ് കൂടെയുണ്ടെന്നുള്ള ഒരു അനുഭവം പൂർവ്വയോസേപ്പിന് തൻ്റെ മനസ്സിനെ തളരാതെ ലക്ഷ്യസ്ഥാനത്ത് എത്തിച്ചേരുവാനായിട്ട് സാധിച്ചു. പൊത്തിഫറിൻ്റെ പാപപ്രേരണകൾക്ക് വഴങ്ങാതെ എത്തേണ്ടടുത്ത് എത്താനായിട്ട് സാധിച്ചത് ഈ ദൈവ സാന്നിധ്യത്തിൻ്റെ വലിയ ബോധ്യത്തിൻ്റെ നിറവാണ്. ഈ നിമിഷങ്ങളിൽ ഈ ദൈവ സാന്നിധ്യത്തിൻ്റെ അഭിഷേകത്തിൻ്റെ നിറവ് ഉള്ളവർ ഒരിക്കലും മറ്റുള്ളവരുടെ കുറ്റങ്ങൾ പറയുകയില്ല. നെഗറ്റീവ് ചിന്തകൾ ആ വ്യക്തിയെ പിന്തുടരുകയില്ല. അവൻ സ്വർഗത്തിൻ്റെ ദൂത് അനുസരിച്ച് പ്രഘോഷിക്കുകയുള്ളൂ. 2 സാമുവേൽ 16-ാം അധ്യായം 5 മുതൽ 10 വരെയുള്ള തിരുവാക്യങ്ങളിൽ അവിടെ തൻ്റെ മൂത്ത മകൻ ദാവീദിൻ്റെ മൂത്ത മകൻ അബ്സലോം രാജ്യസ്ഥാനം തട്ടിയെടുത്തു എന്നറിഞ്ഞപ്പോൾ ഷിമിയ അവനെ കളിയാക്കിക്കൊണ്ട്, ചത്ത പട്ടി, നിന്നെ എന്തിനു കൊള്ളാം എന്നുകൊണ്ട് ശപിച്ചുകൊണ്ട് പറഞ്ഞു കഴിഞ്ഞപ്പോൾ ദാവീദിൻ്റെ ഭൃത്യൻ പറഞ്ഞു, രാജാവേ, അവൻ്റെ തല ഞാൻ വെട്ടട്ടെയോ എന്ന് ചോദിച്ചു. അപ്പോൾ അബിഷായിയോട് ദാവീദ് പറയുകയാണ്, കർത്താവ് എന്നെ ശപിക്കട്ടെ എന്ന് ആജ്ഞാപിച്ചതാണെങ്കിൽ, കൽപ്പിച്ചതാണെങ്കിൽ എന്തിന് അതിന് തടസ്സം നിൽക്കുന്നു എന്ന്. നമുക്ക് ആർക്കെങ്കിലും ഇപ്രകാരം പറയാൻ സാധിക്കുമോ? നമ്മളെ ആരെങ്കിലും ഇപ്രകാരം പഴിചാരുകയോ ദൂഷണം പറയുകയോ നിന്ദിക്കുകയോ അവഹേളിക്കുകയോ ചെയ്യുമ്പോൾ കർത്താവ് അനുവദിച്ചിട്ടാണ് ഇത് എനിക്ക് തന്നത് എന്ന് പറയാൻ സാധിച്ചാൽ നമ്മുടെ ജീവിതത്തിൽ വിജയം നേടാനായിട്ട് സാധിക്കും. വീണ്ടും ഈ അഭിഷേകമുള്ള വ്യക്തിയെ ജീവിതത്തിൻ്റെ അഭിഷേകം പുതുക്കാൻ ദൈവം അവസരം നൽകും. അതാണ് ഉൽപ്പത്തി പുസ്തകം 22-ാം അധ്യായത്തിൽ അബ്രാഹാം വിശ്വാസികളുടെ പിതാവാണ്. അബ്രാഹത്തോട് ആദ്യം വാഗ്ദാനം ചെയ്തു, മക്കളില്ലാത്ത ഭവനമായിരുന്നു, നിനക്ക് കടൽ തീരത്തെ മണൽത്തരി പോലെ ആകാശത്തിലെ നക്ഷത്രങ്ങൾ പോലെ മക്കളുണ്ടാവും. വർഷങ്ങൾ കാത്തിരുന്നിട്ടും മക്കളെ കിട്ടിയില്ല. 90-100 വയസ്സായപ്പോഴാണ് ഇസഹാക്ക് എന്ന മകൻ ജനിച്ചത്. ആ ഇസഹാക്ക് എന്ന മകനെ ഒരു സുപ്രഭാതത്തിൽ കർത്താവ് പറയുകയാണ് ആ മകനെ ബലിയർപ്പിക്കാൻ പറഞ്ഞ ആ നിമിഷം തന്നെ അപ്പുറം ഇപ്പുറം ഒന്നും തിരിഞ്ഞു നോക്കിയില്ല. എനിക്ക് വളരെ കൊല്ലങ്ങൾ കൂടി ഉണ്ടായതാണ് ഈ മകനെന്ന് വിചാരിച്ച് അവിടെ കരഞ്ഞില്ല, നിലവിളിച്ചില്ല. ദൈവത്തോട് ആലോചന ചോദിച്ച് ദൈവം പറഞ്ഞ കാര്യങ്ങൾ അപ്പം തന്നെ അനുസരിച്ചു. ദൈവം പറഞ്ഞ കാര്യങ്ങൾ അപ്പം തന്നെ അനുസരിച്ചുകൊണ്ട് അബ്രാഹാം മകനെയും കൂട്ടി പുറപ്പെടുകയാണ്. ആ ഉൽപ്പത്തി പുസ്തകം 22 മുതലുള്ള തിരുവചനത്തിൽ കാണുന്നുണ്ട്. അബ്രാഹത്തോട് മകൻ ചോദിക്കുന്നുണ്ട്, അപ്പാ, കത്തിയും തീയും നമ്മുടെ കയ്യിലുണ്ട്, ബലി അർപ്പിക്കാൻ മൃഗം എവിടെയാണ്? അപ്പോൾ ആ സമയം തളർന്ന മനസ്സുമായിട്ട് ദുഃഖത്തോടെ, ഭാരത്തോടെ, അസ്വസ്ഥതയോടെ അബ്രാഹാം ഉരുവിട്ടില്ല. ദൈവത്തിൻ്റെ കൂടെയുള്ള അനുഭവത്തിൽ പ്രകാരം സംസാരിച്ചു, മകനെ അത് ദൈവം തരുമെന്ന്. കത്തിയും തീയും ഇന്ന് നമ്മൾ ബലി അർപ്പിക്കാൻ പോകുമ്പോൾ കത്തിയും തീയുമില്ലാത്ത
ഓരോ ശുശ്രൂഷകൾ ചെയ്യാൻ പോകുമ്പോൾ കുടുംബജീവിതത്തിൽ കഴിയുന്നവരായാലും, സന്യാസ ജീവിതത്തിൽ കഴിയുന്നവരായാലും, വൈദിക ജീവിതത്തിൽ കഴിയുന്നവരായാലും ഈ കത്തിയും തീയും ഇല്ലാത്ത ഒരു അവസ്ഥയാണ് നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ ദുർഗന്ധം പരത്തുന്ന അവസ്ഥ. കത്തിയും തീയും. കത്തി ദൈവവചനമാകുന്ന വാളമാണ്. തീ എന്ന് പറയുന്നത് പരിശുദ്ധാത്മാവുന്ന അഭിഷേകമാണ്. ഇതിനായി നാം നിരന്തരം ദാഹിക്കണം, പ്രാർത്ഥിക്കണം. ഇതിനായി നമ്മൾ ദാഹിച്ചു കഴിയുമ്പോൾ ഇപ്രകാരം നമുക്ക് അബ്രാഹത്തെ പോലെ സ്വർഗീയ ദൂതനുസരിച്ച് പ്രത്യാശയുടെ വാക്കുകൾ അടുത്ത തലമുറയ്ക്ക് പകർന്നു കൊടുക്കുവാനായിട്ട് സാധിക്കുകയുള്ളൂ. അടുപ്പിൽ വച്ചിരിക്കുന്ന ഇറച്ചി തീ കത്തിയില്ലെങ്കിൽ അതിൽ നിന്ന് ദുർഗന്ധം വമിക്കും. ഇതുപോലെ എന്നെയും നിങ്ങളെയും ദൈവത്തിൻ്റെ സ്വപ്നവും പ്ലാനും അനുസരിച്ച് വിളിക്കപ്പെട്ടതാണ്. ഈ വിളിക്കപ്പെട്ട ജീവിതം ദൈവത്തോട് ആലോചന ചോദിച്ച് ദൈവഹിതം അനുസരിച്ച് പ്രവർത്തിച്ചില്ലെങ്കിൽ അവിടെ ദുർഗന്ധത്തിൻ്റെ അവസ്ഥയായിരിക്കും. പാപത്തിൻ്റെ മ്ലേച്ഛതയുടെ, അശുദ്ധിയുടെ, അസമാധാനത്തിൻ്റെ മ്ലേച്ഛതകൾ, ദുർഗന്ധം എല്ലായിടത്തും പരക്കും. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ അഭിഷേകത്തിൻ്റെയും ദൈവസാന്നിധ്യത്തിൻ്റെയും അടയാളം നമ്മുടെ കുടുംബത്തിലും സമൂഹത്തിലും നമ്മളായിരിക്കുന്ന ജീവിതത്തിൻ്റെ മേഖലയിലും ഈ ദൈവവചനവും പരിശുദ്ധാത്മാ അഭിഷേകവും എപ്പോഴും ഉണ്ടായാൽ ജീവിതത്തിന് വ്യക്തമായ ദർശനങ്ങൾ, ദൈവികമായ ആ സാന്നിധ്യം തിരിച്ചറിഞ്ഞ് പ്രഘോഷിക്കുവാനായിട്ട് നമുക്ക് സാധിക്കുകയുള്ളൂ. ഈ നിമിഷങ്ങളിൽ നമ്മുടെ ജീവിതത്തിൻ്റെ ആഗ്രഹം, അഭിലാഷം ഭൗതികമോ ജഡികമോ എന്ന് ചിന്തിക്കേണ്ടിയിരിക്കുന്നു. ആത്മീയമാണെങ്കിൽ അത് നമ്മളെ എത്തേണ്ടടുത്ത് എത്തിയിരിക്കും. അത്ഭുതങ്ങൾ, അടയാളങ്ങൾ അവിടെ സംഭവിക്കും. വീണ്ടും നമ്മൾക്ക് വീണ്ടും ഒരു സംഭവം ഓർത്തു പോവുകയാണ്. പുറപ്പാട് ഗ്രന്ഥം 7-ാം അധ്യായത്തിൽ ഇസ്രായേൽ ജനത്തെ കാനാൻ നാട്ടിലേക്ക് ആനയിക്കുന്ന ആ നിമിഷങ്ങളിൽ കർത്താവ് പറഞ്ഞു, അഹരോന്റെ അടുത്ത് കയ്യിലിരിക്കുന്ന വടി ഫറവോയുടെ അടുത്ത് കൊണ്ടുപോയിട്ടിട്ട് അവിടെ അത്ഭുതം പ്രവർത്തിക്കണമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞതുപോലെ ചെയ്താൽ അവിടെ അത്ഭുതങ്ങൾ, ഫറവോയുടെ മനസ്സ്, ഹൃദയകാഠിന്യത്താൽ നിറഞ്ഞിരിക്കുന്ന ഫറവോയുടെ മനസ്സ് അലിഞ്ഞ് ഉരുകി നമ്മുടെ ദൈവജനത്തെ അവിടെ നിന്ന് വിമോചിക്കാൻ സാധിക്കുമെന്ന് പറഞ്ഞു. ഇങ്ങനെ ദൈവസാന്നിധ്യത്തിൻ്റെ അടയാളമായിരുന്ന മോശ കർത്താവ് പറഞ്ഞതനുസരിച്ച് ഫറവോയുടെ അടുത്ത് ചെന്നു. ഇപ്രകാരം മോശ ചിന്തിച്ചില്ല, ഞാൻ വടിയാണ് ഇടാൻ പോകുന്നത്, ഒരു വസ്തുവാണ്, ഈ വസ്തുവിന് ജീവൻ കൊടുക്കാനായിട്ട് ദൈവത്തിന് സാധിക്കുമെന്ന് വിശ്വസിച്ചുകൊണ്ട് ഇപ്രകാരം ചെയ്തു. അഹരോന്റെ കയ്യിലിരിക്കുന്ന വടി ഫറവോയുടെ മുമ്പിൽ ഇട്ട് കഴിഞ്ഞപ്പോൾ ഇത് സർപ്പമായി മാറി. അപ്പോൾ ഫറവോയുടെ മനസ്സ് വീണ്ടും ചിന്തിച്ചു, ബുദ്ധിയും യുക്തിയും പ്രവർത്തിച്ചു. ഇത് എൻ്റെ മന്ത്രവാദികൾക്കും ഇത് സാധിക്കും, ഈജിപ്തിലെ മന്ത്രവാദികൾക്കും ഇത് സാധിക്കും. എന്നാൽ ഫറവോ ഈജിപ്തിലുള്ള മന്ത്രവാദികളെല്ലാം വിളിച്ചുകൂട്ടി. മോശ പ്രവർത്തിച്ചതുപോലെ അഹരോന്റെ വടി സർപ്പമായ രംഗം കാണിച്ചതുപോലെ അവരും ഓരോ വടികൾ കൊണ്ടുവന്ന് നിലത്തിട്ടു. അതും സർപ്പമായി തീർന്നു. എന്നാൽ എന്നെ ശ്രവിക്കുന്ന ദൈവജനമേ, നിങ്ങളൊന്ന് മനസ്സിലാക്കണം, ഈ വടി, മോശ നിലത്തിട്ട വടി, ആ സർപ്പം ഈജിപ്തിലുള്ള മന്ത്രവാദിനികളുടെ ആ വടിയായി തീർന്ന പാമ്പുകളെല്ലാം വിഴുങ്ങി. ഇപ്രകാരമുള്ളൊരു അഭിഷേകത്തിൻ്റെ നിറവ്, അഭിഷേകം നിറഞ്ഞ ഒരു വ്യക്തിക്ക് ചെയ്യാൻ സാധിച്ചാൽ തിന്മയുടെ ഒരു ലെവലേശം ഒരു വ്യക്തിയും ആഞ്ഞടിക്കുകയില്ല. അത് നമ്മളുടെ അത്ഭുതങ്ങളും അടയാളങ്ങളും സംഭവിക്കും, പുതിയ സൃഷ്ടിയാക്കി മാറ്റും. നമ്മുടെ ആഗ്രഹങ്ങളും അഭിലാഷങ്ങളും ആത്മീയമായി തീർന്നാൽ ഇപ്രകാരം മോശ പ്രവർത്തിച്ചതുപോലെ, ഏലിയ പ്രവർത്തിച്ചതുപോലെ അഭിഷേകത്തിൻ്റെ നിറവായിട്ട് ജീവിക്കാനായിട്ട് സാധിക്കും. അവിടെ വസ്തുക്കൾക്ക് ജീവൻ കൊടുക്കാൻ സാധിക്കും. പ്രതികൂല സാഹചര്യങ്ങളിലും ദൈവം സംരക്ഷിക്കുന്നു എന്നുള്ള വലിയ ശക്തി തിരിച്ചറിയാൻ സാധിക്കും. വിശ്വാസത്തിൻ്റെ വലിയ നിധിയുമായി ഈ ദൈവമക്കൾ എല്ലായിടത്തും, അവരെവിടെ പോയാലും ഈ ഒരു അഭിഷേകത്തെ ശ്രദ്ധിച്ചുകൊണ്ട് എല്ലായിടത്തും അത്ഭുതങ്ങളും അടയാളങ്ങളും സംഭവിക്കും. ജീവിതത്തിൽ ആരെല്ലാം വേർപെട്ടാലും ദൈവം കൂടെയുണ്ടെന്നുള്ള ആ വലിയ നിറവിൽ ദൈവത്തിൻ്റെ ശക്തി പ്രകടമാക്കുന്ന രംഗം പലപ്പോഴും നമ്മുടെ അവസ്ഥകളിലൊക്കെ ഉണ്ടാകും. ഇന്ന് നമ്മുടെ കുടുംബങ്ങളിൽ ഇപ്രകാരമുള്ള ദൈവസാന്നിധ്യത്തിൻ്റെ അടയാളമായി തീരാത്തത് കൊണ്ടാണ് പല ദുരന്തങ്ങൾക്കും ഭൗതികപരമായ പല നേട്ടങ്ങൾക്കും വേണ്ടിയിട്ട് മുറവിളി കൂട്ടുകയും അവിടെ ജീവിതത്തിൽ പരാജയപ്പെടാനും സാധിക്കുന്നത്.
അതുകൊണ്ട് എന്നെ ശ്രവിക്കുന്ന ദൈവജനമേ, നിങ്ങൾ തിരിച്ചറിയണം നിങ്ങളുടെ ആഗ്രഹം ജഡികമോ ആത്മീയമോ എന്ന്. അപ്പോഴാണ് ഇപ്രകാരം ഒരു ജ്വലനത്തിൻ്റെ അവസ്ഥ നമുക്ക് അനുഭവിക്കാൻ സാധിക്കുകയുള്ളൂ. ഹെബ്രായ ലേഖനം 1:7 നമ്മൾ ആദ്യം കണ്ടതുപോലെ അവിടുന്ന് തൻ്റെ ദൂതരെ കാറ്റും ശുശ്രൂഷകരെ തീ നാളങ്ങളുമാക്കുന്നു. ജ്ഞാനത്തിൻ്റെ പുസ്തകം 3:7 അവിടുത്തെ സന്ദർശനത്തിൽ നിങ്ങൾ പ്രശോഭിക്കും, നിങ്ങൾ വൈക്കോല് തീപ്പൊരി എന്ന പോലെ നിങ്ങൾ കത്തിപ്പടരും. വീണ്ടും എസെക്കിയേലിൻ്റെ പുസ്തകം 20:47 പറയുന്നു, നെഹെമ്യയുടെ വനത്തോട് പറയുന്നു, ഞാൻ നിന്നിൽ തീ കൊളുത്തും, നിന്നിലെ പച്ചയും ഉണങ്ങിയുമായ എല്ലാം കത്തിച്ചാമ്പലാകും. ആ അഗ്നിജ്വാലകൾ നിന്നെ കെടുത്തിക്കളയില്ല. ഇപ്രകാരമുള്ള ഒരു അഭിഷേകത്തിൻ്റെ നിറവ് എല്ലാ ദൈവജനത്തിൻ്റെ മേലും ആഞ്ഞടിക്കട്ടെ. തളർന്ന മനസ്സുകളെല്ലാം ഉണരട്ടെ. ഈ നിമിഷങ്ങളിൽ എല്ലാ ദൈവിക ശക്തിയുടെ സ്വാതന്ത്ര്യത്തിൻ്റെ ദൈവകൃപയുടെ പരിശുദ്ധാത്മാവിൻ്റെ നിറവിൻ്റെ വലിയ ശക്തിയായി എല്ലാ ദൈവമക്കളും ഇപ്പോൾ ദൈവസാന്നിധ്യത്തിൻ്റെ അഭിഷേകത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ വരദാന ഫലങ്ങൾ കൊണ്ട് നിറയട്ടെ എന്ന് ഈ നിമിഷങ്ങളിൽ പ്രാർത്ഥിക്കുന്നു.